അനിയുടെ വിവാഹ ദിവസത്തിൻ്റെ അന്ന് വരികയാണ് കേട്ടോ. അന്ന് ദേവയാനിക്ക് ഒട്ടും സുഖമില്ലാതെ ആവുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്ക് വയറിനകത്തെന്തോ പ്രശ്നം പോലെയും വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നൊക്കെയുണ്ട്. അപ്പം നമ്മുടെ നയന ഇത് കാണുന്നുണ്ട് കേട്ടോ, വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. നയന നോക്കുമ്പോഴൊക്കെ ദേവയാനി വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ നിൽക്കുകയാണ്. തല ഇറങ്ങുന്ന പോലൊക്കെ ദേവയാനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് ആരെങ്കിലും അറിയിച്ചാൽ അപ്പം തന്നെ എല്ലാവരും കൂടി എടുത്ത് പൊക്കി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകും. അവിടെ അപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ആവും. പിന്നെ നയനയുടെ വിവാഹത്തിന് നല്ല ദിവസമാണല്ലോ, അതുകൊണ്ട് തന്നെ ആരുടെയും മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്നൊക്കെ ഓർത്ത് ദേവയാനി ആരോടും ഒന്നും പറയാതിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചുറ്റും ഇരിക്കുന്ന സമയത്തൊക്കെ ദേവയാനിക്ക് വല്ലാണ്ടൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനി അടക്കി പിടിച്ച് ഇങ്ങനെ സഹിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നയന അവിടെ നിന്ന് കാണുകയാണ്. എന്നിട്ട് ദേവയാനി ഇത് ആരോടും പറയുന്നില്ല. ദേവയാനി ഇടയ്ക്ക് എന്തൊക്കെയോ വെള്ളമൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും തന്നെ ദേവയാനി ആരോടും പറയാൻ നിൽക്കുകയാണ്. എന്നിട്ട് ആദർശം ചോദിക്കുകയാണ്, എന്താ അമ്മ എൻ്റെ മാറി നടക്കുന്നതെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെയും പറഞ്ഞയക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നയനയ്ക്ക് നന്ദുവിൻ്റെ പ്രശ്നം, അതിനിടയ്ക്ക് നവ്യയുടെ പ്രശ്നം, അതിനിടയ്ക്ക് ഇതാ ഈ കേസ്, പിന്നെ അനിയുടെ അനാമികയുടെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ കൂടെ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. കാരണം അനിയുടെ ഒരു വിവാഹത്തിന് തലേ ദിവസം പിറ്റേ ദിവസമൊക്കെ തന്നെ കാണിക്കുന്നത് ഏകദേശം നമുക്ക് ഏകദേശം 2 ആഴ്ച 3 ആഴ്ച എടുത്തിട്ടായിരിക്കും. കാരണം അത്രയ്ക്കും പ്രശ്നങ്ങൾ അതിനിടയിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നയനയാണെങ്കിൽ ഇവളെ ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ദേവയാനിക്ക് ഒട്ടും സുഖമില്ലാതെ ആവുകയാണ്. ദേവയാനി ഇങ്ങനെ വോമിറ്റിംഗ് ചെയ്യാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് നയന പോയിട്ട് ദേവയാനിയെ സഹായിക്കുകയാണ്. ദേവയാനി തിരിഞ്ഞു നോക്കുമ്പോൾ അത് നയനയായിരിക്കും. ഞാനുണ്ടമ്മേ കൂടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി പുറമൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനിനെ അപ്പം തന്നെ മുഖമൊക്കെ കഴിപ്പിച്ച് തുടയ്ക്കാൻ ടവലൊക്കെ കൊടുത്ത് നയനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു മുറിയിൽ, ആരുമില്ലാത്തൊരു മുറിയിലേക്ക് ദേവയാനി നയനെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ കിടക്കമ്മേന്ന് പറഞ്ഞിട്ട് അവിടെ കിടത്തുമ്പോഴേക്കും ദേവയാനി പറയാണ്, സാരമില്ല, ആരെങ്കിലും ചോദിച്ചാൽ ഞാനവിടെ കിടക്കാണെന്ന് അറിഞ്ഞാൽ പിന്നെ അതാവും എല്ലാവരും സംസാര വിഷയമെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ കുറേ നേരം കൊണ്ട് ബുദ്ധിമുട്ട് നടക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ആരോടെങ്കിലും പറഞ്ഞാൽ അതുപോലെ ആവും അമ്മ കരുതിയിട്ടാ അമ്മ ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായമ്മേ. അതുകൊണ്ട് ആരോടും പറയാൻ ഞാൻ ഈ മുറി റെഡിയാക്കിയെന്ന് പറയുന്നുണ്ട്. അമ്മ എവിടെയെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം, അമ്മ ഇവിടെ കിടന്നു പറയുന്നുണ്ട്. അങ്ങനെ ദേവേനെ അവിടെ കിടത്തിയതിന് ശേഷം നയനെ പുതപ്പിട്ട് മൂടുന്നുണ്ട്. എന്നിട്ട് ഫാനും ഓണാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നയനെ പോയിട്ട് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവുമായിട്ട് വരുന്നുണ്ട്. അമ്മ ഇതൊക്കെ ഉപ്പിട്ട് നാരങ്ങ വെള്ളമാണ്, ഇത് കുടിച്ചോ, വയറിന് പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും, പിന്നെ ഇതും കൂടെ കഴിച്ചോളാം പറഞ്ഞിട്ട് അവൾ ഒരു മരുന്ന് പോലൊരു സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. നേരത്തെ അമ്മ ഇങ്ങനെ വയറിന് ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന കണ്ടിട്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും ദേവയാനി കഴിക്കുന്നുണ്ട്. ഇത് രണ്ടും കഴിക്കുമ്പോഴൊക്കെ ദേവയാനി ഇങ്ങനെ നയനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയനെ ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി അവിടെ കിടന്നിട്ട് നയനെ പറയാണ്, അമ്മയുടെ റെസ്റ്റ് എടുത്തു, ഞാൻ ഇടയ്ക്ക് നോക്കിക്കോളാം, അമ്മ അങ്ങോട്ടേക്ക് വരണ്ട എന്നും പറഞ്ഞിട്ട് നയനെ ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്തൊക്കെ ദേവയാനി ഇങ്ങനെ ഒട്ടും സുഖമില്ലാതെ ദേവയാനി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കഴിയുകയാണ്. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പം ഇതിനിടയ്ക്കൊക്കെ നയന അവിടെ ഓരോ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നയന ഇടയ്ക്ക് വന്ന് നോക്കുമ്പോഴേക്കും ദേവേന് നല്ല ഉറക്കമായിരിക്കും കേട്ടോ. വീണ്ടും വന്ന് ഫാൻ ഇച്ചിരുന്ന് കുറച്ചിട്ട് നയന പോകുന്നുണ്ട്. അങ്ങനെ നയന പോയതിന് ശേഷം ദേവയാനി എഴുന്നേറ്റിങ്ങനെ നോക്കുകയാണ്. അപ്പം നയന ഇവിടെ കാണുന്നില്ല. അങ്ങനെ ദേവയാനി നയന ഇങ്ങനെ ആ കട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ആലോചിക്കുകയാണ്, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായപ്പം എൻ്റെ ഭർത്താവും മകനും ചോദിച്ചു എന്താ പറ്റിയെന്ന്. പക്ഷെ ആർക്കും എൻ്റെ അവസ്ഥ മനസ്സിലായില്ല. പക്ഷെ നയനയ്ക്ക് ഓട്ടനോട്ടത്തിൻ്റെ അവസ്ഥ മനസ്സിലായി. വന്നതിന് ഇത്രയധികം ഹെൽപ്പ് ചെയ്തു. ഞാൻ എന്തോരം അവളെ അപമാനിച്ചിട്ടുണ്ട്, എത്ര തവണ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഞാൻ അവളുടെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു മകളെന്ന രീതിയിലോ മരുമകളെന്ന രീതിക്ക് പോലും ഞാൻ അവളെ അംഗീകരിച്ചിട്ടില്ല. എന്നിട്ടും എത്ര സ്നേഹത്തോടെ എന്നെ അവൾ പെരുമാറിയത് വെറുതെയല്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും അവളുടെ ഇത്രയ്ക്ക് സ്നേഹം, അവരെയും അവൾ ഇതുപോലെയല്ലേ കെയർ ചെയ്യുന്നത്. എൻ്റെ ആദർശമാണ് സുഖമില്ലാതായപ്പോഴും അവൾ ഇതുപോലെയല്ലേ കെയർ ചെയ്തത്. അതുകൊണ്ടാണ് അവനും ഇപ്പം അവളോട് ഇത്രയ്ക്ക് അടുപ്പം എന്നൊക്കെ ദേവയാനി ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ദേവേനെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് നയന അങ്ങോട്ടേക്ക് വരികയാണ്. ആഹാ, അമ്മയാണെന്നോ? ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു, സുഖമില്ലെങ്കിൽ അമ്മ കിടന്നോളാൻ മേലെന്ന് ചോദിക്കുമ്പം ഇല്ല, ഇപ്പം നല്ല ആശ്വാസമുണ്ട്, നിന്ന് മരുന്ന് എന്തായാലും ഇതായി, ഗ്യാസ് എങ്ങാണ്ട് കയറിയതാണെന്നാണ് തോന്നുന്നേ, ആകെപ്പാടെ ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും ഇപ്പം എല്ലാം മാറിയെന്ന് പറയുന്നുണ്ട്. ശരി അമ്മേനും പറഞ്ഞിട്ട് നയന ഇങ്ങനെ മുമ്പിൽ പോവുകയാണ്. അപ്പം ദേവേനെ ഇങ്ങനെ പുറകെ നടന്നു പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ദേവേൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും വേറെ ഏതൊരു പെൺകുട്ടി വന്നാൽ പോലും ഇത്രയൊന്നും ഒരു കുടുംബം നോക്കി നടത്തില്ല. ഇവളെൻ്റെ മകന് കിട്ടിയ ഭാഗ്യം തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുണ്ടോ രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് കോലം ഇടുന്നത്? അതുപോലെ ആ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇത്രയും നല്ല ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ കൂടെ ആദർശിനെ ജോലിയിൽ സഹായിക്കുകയും
സ്വന്തം വീടിന് വേണ്ടിയിട്ട് പോയി കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും കാണാൻ കിട്ടുമോ? ഫോണിലും ഞോണ്ടി മറ്റെന്തെങ്കിലുമൊക്കെ വഴക്കും അലമ്പൊക്കെ ഉണ്ടാക്കി സ്വന്തം കാര്യം നോക്കി പോകുന്നവരാണ് ഇപ്പോൾ എല്ലാവരും. മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി ആരും ഒന്നും ചിന്തിക്കാറ് പോലുമില്ല. ഇങ്ങനൊരു ആളെ തന്നെയാണ് നമ്മുടെ അനന്തപുരിക്ക് മരുമകളായിട്ട് കിട്ടേണ്ടിയിരുന്നത്. അത് തന്നെ എന്തായാലും ദൈവം എത്തിച്ചേർത്തു. എൻ്റെ ആദർശിൻ്റെ സ്വഭാവത്തിന് അതേ സ്വഭാവം തന്നെ നയനമോളുടെ. മറ്റുള്ളവരുടെ കാര്യത്തിൽ നല്ല കെയറിങ് ആയിവളും. ഇനി ഇവളെ ഒന്നും കൊണ്ടും ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല, ഒരു വാക്കുകൊണ്ട് പോലും അവളെ ഞാൻ ഇനി വേദനിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ ഇങ്ങനെ ദേവ്യാനി മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവ്യാനി ഓർക്കാണ് അന്ന് നയനനെ വീട്ടിൽ നിന്ന് ആദർശ് പുറത്തിറക്കി വിട്ടതും അപ്പോൾ താൻ മിണ്ടാതിരുന്നതും അവരുടെ അമ്മ വന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് കാല് പിടിച്ചതും അവളെ സ്നേഹിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവളെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചതും അടിക്കാനായിട്ട് കയ്യോങ്ങിയ കാര്യമൊക്കെ ഇങ്ങനെ ദേവ്യാനി ഓർക്കാണ് ഒരു നിമിഷത്തിൽ. എന്നിട്ട് ദേവ്യാനി ഓർക്കാണ് അന്ന് ആദർശ് നവ്യ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പോലും എന്തായിരുന്നു അവസ്ഥ? ഇതുപോലെ അടിയും മലമ്പും ഒക്കെ ആയിട്ട് ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരുന്നേനെ. ഒരിക്കലും ആദർശിന് മാച്ചായ പെൺകുട്ടി ആയിരുന്നിരിക്കില്ല നവ്യ. അതുപോലെ തന്നെ വേറെ ഏതൊരു പെൺകുട്ടിയെ കണ്ടെത്തിയാൽ പോലും ഇങ്ങനൊരു പെൺകുട്ടിയെ കിട്ടാൻ ഈ കാലത്ത് ബുദ്ധിമുട്ടാണ്. മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരാളാണ് നയന എന്നൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് മനസ്സിൽ ഇങ്ങനെ നയനേനെ ഇങ്ങനെ പോഴ്ത്തി പറഞ്ഞുകൊണ്ടേ ദേവേനെ നടന്നു പോവാണ്. അങ്ങനെ ദേവയാനിക്ക് നയനെ ഒത്തിരി ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. മനസ്സിനുള്ളിലേക്ക് നയനെ കയറി പറ്റുന്നുണ്ട് ദേവയാനിയുടെ. പുറമേ അവൾക്ക് ദേഷ്യമാണെങ്കിൽ പോലും നയനാനെ ഇങ്ങനെ മനസ്സിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആനയുടെയും അനാമികയുടെയും വിവാഹമാണ് കേട്ടോ നടക്കുന്നത്. നന്ദുവിൻ്റെ ആയിരിക്കില്ല ഉറപ്പായിട്ടും. അല്ല, ഇനി തമിഴിലും ബംഗാളി ഹിന്ദി എല്ലാ വെർഷനിലും നന്ദുവിനെ അല്ല വിവാഹം കഴിക്കുന്നത്, അനാമികനാണ് വിവാഹം കഴിക്കുന്നത്. അപ്പം അതിന് ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനുശേഷം ശരിക്കും അനാമിക വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളോട് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്തൊക്കെ നമ്മുടെ ദേവേനെ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ദേവേനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ദേവേനെ തിരിച്ചെന്നിരിക്കുമ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട്, അല്ല ദേവയാനി നീ ഇതെവിടെ പോയതാ? കുറേ നേരമായല്ലോ നിന്നെ കണ്ടിട്ടെന്ന് പറയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ചെറിയൊരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. അയ്യോ എന്നിട്ട് എന്താ പറ്റിയേ? ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വേണ്ട, ഇതുകൊണ്ടാണ് നിങ്ങളോട് ആരോടും ഞാൻ പറയാതിരുന്നത്. ഞാൻ ആരോടും പറയാതിരിക്കായിരുന്നു. എന്തായാലും നയന ഉണ്ടായിരുന്നു, അവൾ എനിക്ക് മരുന്നും വെള്ളമൊക്കെ തന്ന് എന്നെ മുറിയിൽ കൊണ്ടാക്കി ഇത്ര നിറഞ്ഞ റെസ്റ്റ് എടുക്കായിരുന്നു. ഇപ്പം എല്ലാം മാറി എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അല്ലെങ്കിലും നയനയുടെ കണ്ണ് എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മേത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്ക് എന്ത് സംഭവിച്ചാലും എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ ഓടി നമ്മുടെ നയന എത്തിയിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്. ജയൻ പറയാണ്, അവൾ അങ്ങനെയൊക്കെ ചെയ്താലും ഈ ഇരിക്കുന്ന ആൾക്ക് അങ്ങനെ അംഗീകരിക്കാനാണല്ലോ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാണ്. എന്തായാലും ആദർശ് അവളിപ്പോൾ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ജയൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അതെ ദേവയാനി നീ എത്രയൊക്കെ പറഞ്ഞാലും അവളുടെ ഭർത്താവല്ലേ അവന് സ്നേഹമൊക്കെ തോന്നാതിരിക്കോ? അവന് ഇനിയിപ്പോൾ നയനമോളെ ഇഷ്ടമായി തുടങ്ങും. അതുങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ വീടൊരു സ്വർഗ്ഗമാകും. പിന്നെ പ്രശ്നങ്ങളും അടിയും വഴക്കും ഒന്നും ഉണ്ടാവില്ല. നിന്റെ മനസ്സിലൂടെ നീ എങ്ങനെയെങ്കിലും നയനമോളെ ഒരു മരുമകളായിട്ട് സ്വീകരിച്ചാൽ മതി എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോഴേക്കും ദേവി ഇങ്ങനെ തലകൂടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും സമാധാനമായി. എല്ലാ പ്രാവശ്യവും തന്നോട് ഈ ഒരു കാര്യം പറയുമ്പോൾ താൻ എടുത്തു ചാടി കടിക്കുക ചെയ്യാറ്. ഇത്തവണയെങ്കിലും താൻ മൗനമായിട്ട് നിന്നല്ലോ, അതിനർത്ഥം തൻ്റെ മനസ്സിൽ ഇച്ചിരിയെങ്കിലും നയനോട് സ്നേഹമുണ്ടെന്നാ അത് മാത്രം കേട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും നയന കേൾക്കുന്നില്ല. എന്തായാലും ഇവർക്കിടയിലുള്ള സംസാരം ാണിത്. എന്തായാലും ദേവയാനിക്ക് ഒരു ശകലമൊക്കെ നയനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബാക്കി സ്റ്റോറീസും ഡെയിലി എപ്പിസോഡ്സിനും റിവ്യൂസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.